ഒരുപാട് പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത്തരം ഇൻഡസ്ട്രികൾ അതിൻ്റെ ചക്രം മുന്നോട്ട് ചലിക്കണമെങ്കിൽ ഇത്തരം പ്രവണതകൾ പാടില്ല. ഒരുപാട് ആളുകളുടെ അധ്വാനവും വിയർപ്പും പ്രതീക്ഷയും സ്വപ്നങ്ങളുമാണ് ഈ സിനിമാ വ്യവസായം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും അതിനു പിന്നാലെ ഉയർന്ന ലൈംഗികാരോപണങ്ങൾക്കും പിന്നാലെ താരസംഘടനയായ അമ്മയിലെ പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ള മുഴുവൻ ഭാരവാഹികളും രാജിവെച്ച വാർത്ത വളരെ ഞെട്ടലോടെയാണ് പ്രേക്ഷക സമൂഹം സ്വീകരിച്ചത്. ഇപ്പോഴിതാ കൂട്ടരാജിയിലേക്ക് വഴിവെച്ച സംഭവങ്ങൾ വെളിപ്പെടുത്തി മോഹൻലാൽ തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അമ്മയിലുണ്ടായ ഭിന്നതയിൽ വളരെയധികം വികാരാധീനനായാണ് മോഹൻലാൽ പ്രതികരിച്ചത്. ആദ്യം രാജി പ്രഖ്യാപിച്ചത് മോഹൻലാൽ ആയിരുന്നു. ചിലർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും തീരുമാനത്തിൽ മോഹൻലാൽ ഉറച്ചുനിന്നു. അതോടെ കമ്മിറ്റി ഒന്നാകെ രാജിവെക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. കൂട്ടരാജിക്കപ്പുറം പ്രതിസന്ധിയെ ഒന്നിച്ചു നേരിടുകയല്ലേ വേണ്ടതെന്ന ചോദ്യം ജഗദീഷ് യോഗത്തിൽ ഉയർത്തി. അപ്പോഴായിരുന്നു ജഗദീഷിനെ ലക്ഷ്യമിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയത് ആരാണെന്നുള്ള പരാമർശം ഉണ്ടായത്. ഇതോടെ ചർച്ച കൈവിട്ടു പോകാതിരിക്കാൻ മോഹൻലാൽ ഇടപെട്ടു. എല്ലാ ധാർമ്മിക ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് താൻ മാത്രം രാജിവെക്കാമെന്ന് ലാൽ പറഞ്ഞു. ഇതോടെ ലാൽ ഒറ്റയ്ക്ക് രാജിവെക്കുന്നതിലെ പ്രശ്നങ്ങൾ യോഗത്തിൽ ആശങ്കയായി. അങ്ങനെ എല്ലാവരുടെയും രാജി എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങളെത്തി. വാട്സാപ്പ് ഗ്രൂപ്പിൽ രാജി പ്രഖ്യാപനം നടത്തുന്നതിന് മുൻപ് മോഹൻലാലും മമ്മൂട്ടിയും തമ്മിൽ സംസാരിച്ചിരുന്നു. ഇനി ഈ സംഘടനയുടെ നേതൃനിരയിലേക്ക് താനില്ല എന്നും വളരെ വേദനയോടെയാണ് ഈ തീരുമാനത്തിൽ എത്തിച്ചേർന്നതെന്നും മോഹൻലാൽ പറഞ്ഞു. ഇനി എന്റെ ആവശ്യം അമ്മയ്ക്കില്ല. യുവനിരയിൽ നിന്നും പുതിയ ആളുകൾ സംഘടനയുടെ നേതൃനിരയിൽ വരണമെന്നും മോഹൻലാൽ പറഞ്ഞു. അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷ എനിക്കുണ്ട്. ഒരുപാട് പേരുടെ അധ്വാനവും വിയർപ്പും പ്രതീക്ഷയുമാണ് സിനിമാ വ്യവസായം. അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ നേതൃത്വത്തിന് കഴിയട്ടെ. എല്ലാവർക്കും നന്ദി. വിമർശിച്ചതിനും തിരുത്തിയതിനും മോഹൻലാൽ പറഞ്ഞു. മോഹൻലാലിന്റെ ഈ തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അമ്മയുടെ നേതൃനിരയിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന താരങ്ങൾ ആരെല്ലാമാണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.